ഓരോ ദിവസവും തെരഞ്ഞെടുപ്പിൻ്റെ രംഗം, തെരഞ്ഞെടുപ്പ് ആവേശം അങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഞങ്ങളുടെ ഈ യാത്രയിൽ ഞങ്ങളിങ്ങനെ കണ്ണൂരിലെത്തിയപ്പോൾ കണ്ണൂർ ടൗണിൽ എം.വി. ജയരാജനെ കാണുകയുണ്ടായി, LDFിൻ്റെ സ്ഥാനാർത്ഥി. അങ്ങനെ ചൂടുവെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ പോകുന്ന ഘട്ടത്തിലാണ് അദ്ദേഹവുമായി കൂടി സംസാരിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. ഈ ജരേട്ടാ, ഒരു സംശയം. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എവിടെ ചെന്നാലും ആളുകൾ ചായ തരട്ടെ, കാപ്പി തരട്ടെ എന്ന് ചോദിക്കും. പക്ഷേ ഇത് കുടിക്കാത്തതുകൊണ്ടാണോ, ചൂടുവെള്ളമാണ് പഥ്യം തോന്നുന്നു? അതെ അതെ, അല്ല, ചായയും കാപ്പിയും ഞാൻ ഉപേക്ഷിച്ചിട്ട് കുറേ കൊല്ലമായി. അപ്പോൾ ആ പതിവ് ശീലം നമുക്ക് അങ്ങനെ മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് ചൂടുവെള്ളം ഇപ്പം അവർ തരുമ്പോൾ അവരോട് പറയും. അത് പിന്നെ ഞങ്ങളുടെ പ്രവർത്തകന്മാർക്ക് അറിയുന്നത് കൊണ്ട് അവരങ്ങോട്ട് പറയും. പ്രവർത്തകരല്ലാത്ത, ഇടതുപക്ഷക്കാരല്ലാത്ത ആളുകൾ ചെല്ലുമ്പോഴും സ്വാഭാവികമായി അപ്പോൾ ചായ വേണ്ട, ജ്യൂസോ ഇതൊക്കെ കൊണ്ടുവന്ന് തരും. പക്ഷേ അത് കുടിക്കാറില്ല. ചായ വേണ്ട, കാപ്പി വേണ്ട, പകരം വോട്ട് മതി, സ്നേഹം മതി. അതെ 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 അതെ. അപ്പോൾ ഏതായാലും ഈ ചൂടുവെള്ളം കുടിച്ചു കഴിയുന്ന സമയം കൊണ്ട് നമുക്ക് അല്പനേരം അദ്ദേഹത്തോട് ഇവിടെ ഇരുന്നൊന്ന് സംസാരിച്ചു പോവാം, അല്ലേ? ഇവിടെ ഇരിക്കാൻ. സ്വന്തം യൂണിയൻ അല്ലേ അത്? ഇതിനിടയിൽ ലോട്ടറി തൊഴിലാളിയെ കണ്ടപ്പോൾ അവിടേക്ക് പോകുകയാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ യൂണിയൻ കൂടിയാണ്. രണ്ട് ബുക്ക് ക്ഷേമഗതി ചേർന്നിട്ടില്ലേനാ? ക്ഷേമഗതി ചേർന്നില്ല, 60 കഴിഞ്ഞു പോയത്. ശരി. അപ്പോൾ വോട്ട് ചെയ്യേണ്ട കാര്യം ലോട്ടറി തൊഴിലാളികളോട് പറയണം. പിന്നെ ഇതിന് ഈ കൂടിക്കാഴ്ചയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ലോട്ടറി തൊഴിലാളികളെ, ജയലേട്ടാ, ലോട്ടറി തൊഴിലാളികളെ അവരുടെ യൂണിയൻ രൂപീകരിച്ച് അവരെ സംഘടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയ ഒരു അനുഭവം കൂടി താങ്കൾക്കുണ്ട്, അല്ലേ? അതെ, ലോട്ടറി തൊഴിലാളികൾ അസംഘടിതരായിരുന്നു. മാത്രമല്ല, ലോട്ടറി തൊഴിലാളികൾ നിരവധി പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. UDF സർക്കാർ ലോട്ടറി നിരോധിച്ചു. ആ സമയത്ത് ആത്മഹത്യയടക്കം ഉണ്ടായി. ആലപ്പുഴയിൽ ഒരു തൊഴിലാളി ആത്മഹത്യ ചെയ്തു. അപ്പം അതിനെ തുടർന്നാണ് ലോട്ടറി തൊഴിലാളികൾക്ക് ഒരു സംഘടന വേണം എന്ന നില ഉയർന്നു വന്നത്. അക്കാലത്ത് ആ സംഘടനയുടെ നേതൃത്വത്തിലായി സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലുള്ള സമരം. അന്ന് ഞാൻ MLA കൂടിയായിരുന്നു. അപ്പോൾ ലോട്ടറി തൊഴിലാളികളെ സംഘടിപ്പിക്കുകയും എല്ലാ ജില്ലകളിലും യൂണിയൻ രൂപീകരിക്കുകയും സംസ്ഥാന അടിസ്ഥാനത്തിൽ ഫെഡറേഷൻ കൊണ്ടുവരികയും പിന്നീട് LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഒരു നല്ല കാര്യം ചെയ്തു. ലോട്ടറി തൊഴിലാളികൾക്ക് മാത്രമായ ഒരു ക്ഷേമനിധി നിയമം വഴി പുതുതായിട്ട് ആരംഭിച്ചു. അപ്പോൾ ആ ക്ഷേമനിധി ബോർഡിൻ്റെ ആദ്യ ചെയർമാൻ ഞാനായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുകയാണ്, അന്ന് ഒരു ലോട്ടറി തൊഴിലാളിയുടെ മകള് MBBSന് അഡ്മിഷൻ കിട്ടി. പഠിക്കാൻ കാശില്ല. അപ്പോഴാണ് ക്ഷേമനിധി ബോർഡിൽ ആദ്യമായി MBBSന് അഡ്മിഷൻ കിട്ടിയിട്ടുള്ള ലോട്ടറി തൊഴിലാളിയുടെ കുടുംബത്തിനൊരു വിദ്യാഭ്യാസ സഹായം കൊടുത്തത്. അതുൾപ്പെടെ ഇപ്പം വലിയ ആനുകൂല്യങ്ങളുണ്ട്. മാത്രമല്ല, ലോട്ടറി വിറ്റ് കിട്ടുന്ന വരുമാനത്തിൻ്റെ 1% ക്ഷേമനിധി ബോർഡിന് സർക്കാർ കൊടുക്കും. അതുകൊണ്ടാണ് ഈ ലോട്ടറി ക്ഷേമനിധി ബോർഡ് നിലനിന്ന് പോകുന്നത്, മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ ഈ യാത്രയിൽ ഒരുപാട് ലോട്ടറി തൊഴിലാളികളെ കാണുന്നുണ്ട്. തീർച്ചയായും അവർ അസംഘടിതരായി നിന്നവരെ സംഘടിപ്പിച്ച് അവർക്ക് ക്ഷേമനിധി ഉറപ്പാക്കി. ആ നിലയിൽ കൂടി MV ജയരാജൻ എന്ന രാഷ്ട്രീയ നേതാവ് പ്രവർത്തിച്ചത് സാന്ദർഭികമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സവിശേഷത. അതുകൊണ്ട് ലോട്ടറി തൊഴിലാളികളെ എവിടെ നിന്ന് കണ്ടാലും അവരോട് പ്രത്യേക സ്നേഹവും വാത്സല്യവും ഉണ്ട്. കാരണം ലോട്ടറി തൊഴിലാളികളുടെ പൊതുചിത്രം എടുത്തു നോക്കിയാൽ അവരിൽ നല്ലൊരു ശതമാനം പ്രായമുള്ളവരോ രോഗികളോ ഭിന്നശേഷിക്കാരോ മറ്റോ ആണ്. അപ്പോൾ അവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ലോട്ടറി സംരക്ഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ തന്നെ ഇനിയും കുറേ കൂടെ മാറ്റങ്ങളും അവരുടെ ആവശ്യങ്ങൾ കേട്ടുകൊണ്ടുള്ള പരിഹാരവും പരിഷ്കാരവും വേണ്ടതല്ലേ? ഉദാഹരണത്തിന് ഞങ്ങൾ ഈ സഞ്ചരിക്കുമ്പോൾ ലോട്ടറി തൊഴിലാളികളെ കാണാറുണ്ട്. അവർ ഈ കമ്മീഷൻ വല്ലാതെ കുറയുന്നു എന്നൊക്കെയുള്ള, കുറഞ്ഞു പോകുന്നു എന്നൊക്കെയുള്ള സങ്കടമാണത്. അത് കേട്ടിട്ടുണ്ട്. അതെ അതെ, കമ്മീഷൻ എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇല്ല. അതിന് കാരണം നമ്മുടെ GST വന്നതോടുകൂടി സർവീസ് ടാക്സ് ലോട്ടറിക്ക് ബാധകമാക്കി. മുമ്പ് സർവീസ് ടാക്സ് ഏർപ്പെടുത്തിയപ്പോൾ ഡൽഹിയിലടക്കം ഒരു സമരം നടത്തി, എല്ലാ യൂണിയനുകളെയും സംഘടിപ്പിച്ചുകൊണ്ട്. ആ സമയത്ത്
കേന്ദ്ര ഗവൺമെൻറ് അതിൽ നിന്ന് തൽക്കാലം പിൻവാങ്ങി. അന്ന് കേരളത്തിലെ എല്ലാ എം പിമാരുടെയും സഹായവും ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് BJP വന്നപ്പോൾ GST കൊണ്ടുവന്നപ്പോൾ ഇത് ലോട്ടറിക്കും ബാധകമാക്കി. അപ്പോൾ ലോട്ടറിക്ക് ബാധകമാക്കിയപ്പോൾ അത് പൂർണ്ണർത്ഥത്തിൽ ഓരോ ലോട്ടറി തൊഴിലാളിയും കൊടുക്കുക എന്ന് പറഞ്ഞാൽ വൻ തുക വരും. അതിനെ തുടർന്നാണ് ചർച്ചയെ തുടർന്ന് ഒരു തീരുമാനമെടുത്തു. ലോട്ടറിയുടെ വിറ്റുവരവിൽ ഇത്ര ശതമാനം സർവീസ് ടാക്സ് എന്ന് പറയുന്നത് അടക്കാൻ ക്ഷേമനിധി ബോർഡ് സന്നദ്ധമായി. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ കമ്മീഷൻ നിലനിർത്താൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ ഇതിനേക്കാൾ കുറയുമായിരുന്നു. എങ്കിലും സമ്മാനം കൂടുതൽ വേണമെന്നും അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം കൂടണമെന്നുമുള്ള അഭിപ്രായം ഉയർന്നു വരുന്നുണ്ട്. അതെ അതെ, പറശ്ശിനിക്കടവിൽ വെച്ച് ഇന്നലെ ഒരു ലോട്ടറി തൊഴിലാളി, ലോട്ടറി വിൽപ്പനക്കാരൻ പറഞ്ഞതും ഇത് തന്നെയാണ്, സമ്മാനം കുറവാണ് എന്ന് പറയുന്നത്. അതിൽ ലോട്ടറിയുടെ വിൽപ്പന ഗണ്യമായി വർദ്ധിച്ചു. ഇപ്പോൾ സമ്മാനത്തിന് പരമാവധി ഇത്ര എന്നുള്ള ഒരു സീലിംഗ് ഉണ്ട്. അപ്പോൾ അതിനിടയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ അതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ചെറിയ തുകയുടെ സമ്മാനങ്ങൾ വർദ്ധിപ്പിക്കുക. അതിപ്പോൾ ഗവൺമെൻറ് 1-2 ലോട്ടറിക്ക് പരീക്ഷണാർത്ഥം നടപ്പാക്കിയിട്ടുണ്ട്. ഏതായാലും ലോട്ടറി ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് ഇന്നത്തെ നിലയിൽ മെച്ചപ്പെടുത്തി തൊഴിലാളികളുടെ ക്ഷേമവും അതിൽ നിന്ന് വരുമാനം മുഴുവൻ ആരോഗ്യ മേഖലക്ക് നൽകുക എന്ന പോളിസിയും എടുത്തത്. നമ്മൾ സാന്ദർഭികമായിട്ടാണ് ലോട്ടറിയിലേക്ക് വന്നത്. അത് പക്ഷേ ആ ലോട്ടറി വിൽപ്പനക്കാരുടെ, അവരുടെ കുടുംബങ്ങളുടെ, അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത് ഇടപഴകുന്ന ഒരു നേതാവെന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ വളരെ പ്രധാനപ്പെട്ട വാചകങ്ങളാണ്.